ഒരു പണിയെടുക്കാതെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ പൈസയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലാതെ ഒരു ബീച്ചിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷനിലോ പോയി ചില്ലായി ഇരിക്കാൻ കഴിയുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താ അല്ലേ? ഇനി റിയാലിറ്റിയിലേക്ക് വരാം. ഈ പറഞ്ഞതൊന്നും മിക്കവാറും ആളുകൾക്ക് നടക്കാൻ പോണില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ജീവിക്കാൻ പണിയെടുത്ത് പണം ഉണ്ടാക്കുക തന്നെ വേണം. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ വർക്കിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിരിക്കാൻ പലർക്കും ആഗ്രഹം ഉണ്ടാകും. ഇന്ത്യയിൽ മിക്കവാറും ആളുകളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് 60 വയസ്സാകുമ്പോൾ സംഭവിക്കേണ്ട ഒന്നാണ് എന്നാണ്. പക്ഷേ അതിനും എത്രയോ മുൻപ് വേണമെങ്കിൽ ഈ പറയുന്ന റിട്ടയർമെന്റ് ജീവിതം തുടങ്ങാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞാലോ? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടി റിട്ടയർ ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. വെൽക്കം ടു Groww Malayalam. This is Shayas Rafia Moideen. Before moving ahead, subscribe to our channel to get updates on investing, personal finance and trading. So let's start today's video. യുഎസിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ഫയർ മൂവ്മെന്റ് എന്ന പേരിൽ. ഫയർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് റിട്ടയർ ഏർലി എന്നാണ്. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് ഫയർ. ഈ മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്ന ആശയം ചെറുപ്പകാലത്ത് നന്നായി അധ്വാനിക്കുകയും വളരെ കുറച്ച് ചെലവാക്കുകയും ചെയ്ത് വളരെ നേരത്തെ തന്നെ പണിയെടുക്കുന്നതിൽ നിന്നും റിട്ടയർ ചെയ്ത് റിച്ചായി ജീവിക്കുക എന്നതാണ്. അപ്പോൾ ഈ ഫയർ എന്ന നെയിം സൂചിപ്പിക്കുന്നത് പോലെ ഇതിൽ 2 എലമെന്റ്സ് ആണുള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, രണ്ടാമത്തേത് റിട്ടയർ ഏർലി, നേരത്തെ തന്നെ റിട്ടയർ ചെയ്യുക. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് മനസ്സിലാക്കി അത് നേടിയെടുത്താൽ നമുക്കൊരു ഏർലി റിട്ടയർമെന്റ് ലൈഫ് കിട്ടുമെന്നാണ് ഇതിൽ പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് സിമ്പിളായി പറയുകയാണെങ്കിൽ, പണത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കാതെ നമ്മുടെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന പോയിന്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി എന്ന് പറയാം. ഇനി അങ്ങോട്ട് പോകുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട 2 ടേംസ് ഉണ്ട്, ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാം. നമ്മൾ പണിയെടുത്ത് ജോലി ചെയ്ത് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നിവയിലൂടെയുള്ള വരുമാനമാണ് ആക്റ്റീവ് ഇൻകം. ഇനി നമ്മൾ വർക്ക് ചെയ്യാതെ തന്നെ പണം ഉണ്ടാക്കാൻ പറ്റുകയും അതിലൂടെ ഒരു വരുമാനം വരികയും ചെയ്യുന്നതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാടക ഇനത്തിൽ കിട്ടുന്ന ഇൻകം, മറ്റൊരു എക്സാമ്പിൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും കിട്ടുന്ന പലിശ, ഇതൊക്കെ പാസീവ് ഇൻകം ആണ്. അപ്പോൾ നമ്മുടെ പാസീവ് ഇൻകം നമ്മുടെ ആക്റ്റീവ് ഇൻകത്തേക്കാൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൈവരിച്ചു എന്നാണ് അർത്ഥം. കാരണം ആ പോയിന്റിൽ വെച്ച് കൂടുതൽ വർക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നതാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനുള്ള അടുത്ത ഒരു വഴി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം കണ്ടുപിടിക്കുക എന്നതാണ്. പല സോഴ്സുകളിൽ നിന്നും പൈസ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആകും നമ്മൾ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ചും പാസീവ് ഇൻകത്തിനെ കുറിച്ചും ഇതെങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചും ഒക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചെയ്ത മറ്റൊരു വീഡിയോ ഉണ്ട്, അത് കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ഫയറിലേക്ക് തിരിച്ചു വരാം. 3 പാരാമീറ്റേഴ്സ് ആണ് ഫയറിന്റെ ബേസ്, അടിസ്ഥാനം. ഒന്നാമത്തേത് എക്സ്ട്രീം സേവിങ്സ്, രണ്ടാമത്തേത് ഫ്രുഗാലിറ്റി അഥവാ ലിവിങ് ബിലോ യുവർ മീൻസ്, നമ്മുടെ വരുമാനത്തിന് താഴെ മാത്രം ചിലവഴിച്ചുകൊണ്ട് ജീവിക്കുക. മൂന്നാമത്തെ പാരാമീറ്റർ പാസീവ് ഇൻകം. 50-30-20 റൂൾ എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ട്. ഒരു എക്സാമ്പിൾ വെച്ച് എന്താണ് ഈ റൂൾ എന്ന് പറയാം. ഒരാൾ ഓരോ മാസവും 10,000 രൂപ ഏൺ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ 50% അഥവാ 5,000 റുപ്പീസ് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ലൈക്ക് പച്ചക്കറി, പലചരക്ക്, വാടക, അത്യാവശ്യ യാത്രകൾ എന്നിവയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. 30% അഥവാ 3,000 രൂപ മറ്റാവശ്യങ്ങൾ ലൈക്ക് വസ്ത്രം, പുറത്തു പോയി ഭക്ഷണം കഴിക്കുക, സിനിമ കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുക. 20% അഥവാ 2,000 രൂപ ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി സേവിങ്സ് ആയിട്ട് സൂക്ഷിക്കുക. ഇങ്ങനെയാവണം നമ്മുടെ ചെലവ് എന്നാണ് 50-30-20 റൂൾ പറയുന്നത്. പക്ഷേ ഈ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരുപാടൊന്നും സേവ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല റിട്ടയർമെന്റ് വൈകുകയും ചെയ്യും. നേരത്തെ റിട്ടയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂള് എക്സ്ട്രീം സേവിങ്സ് റൂളാണ്. അതെന്താണെന്ന് ഇനി നോക്കാം. വരുമാനത്തിൻ്റെ 50 മുതൽ 70% വരെ സേവ് ചെയ്യണമെന്നാണ് ഈ റൂൾ പറയുന്നത്. ഇത് കുറച്ച് ഓവർ അല്ലേ എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഇങ്ങനെ സേവ് ചെയ്താൽ പിന്നെ ചിലവാക്കാൻ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ തോന്നാം. അവിടെയാണ് ഫയറിൻ്റെ സെക്കൻഡ് പാരാമീറ്ററായ ഫ്രൂഗാലിറ്റി വരുന്നത്. ഫ്രൂഗാലിറ്റിയുടെ മലയാളം മിതവ്യയം എന്നാണ്. പൈസ ചെലവാക്കുന്നതിന് മുൻപ് നന്നായി ആലോചിച്ച് സൂക്ഷിച്ചും മാത്രം ചെലവാക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കിയിട്ട് പിന്നീട് വേണ്ടിയിരുന്നില്ല എന്ന് റിഗ്രറ്റ് ചെയ്യുന്ന കുറേ ആളുകൾ കണ്ടിട്ടില്ലേ? ഉദാഹരണത്തിന് എക്സ്പെൻസീവായ ഫോണ് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ മോഹം കൊണ്ട് വാങ്ങും, പിന്നീട് ദുഃഖിക്കും. ഇത് തന്നെയാണ് കാര്യം. നടപ്പാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണിത്. പക്ഷേ നടപ്പിലാക്കിയാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് താനും. അപ്പോൾ ഇതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് 1, വരുമാനത്തിൻ്റെ എത്ര % ആണ് സേവ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയിക്കുക. എക്സ്ട്രീം സേവിങ്സ് റൂൾ പ്രകാരം അത് 50-70% ആണ്. അപ്പോൾ ഇതിൽ എത്ര % സേവ് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കുക. സ്റ്റെപ്പ് 2, റിട്ടയർമെന്റ് ആകുമ്പോഴേക്കും എത്ര എമൗണ്ട് കയ്യിൽ വേണം എന്ന ഒരു ടാർഗറ്റ് എമൗണ്ട് സെറ്റ് ചെയ്യുക. അത് എത്രയാവണം എന്ന് തീരുമാനിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതിനൊരു വഴി നമ്മുടെ ഫയർ മൂവ്മെന്റ് ഒരു ഫോർമുല വഴി നൽകുന്നുണ്ട്.
റിട്ടയർമെൻറ്റ് എമൗണ്ട് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു ആനുവൽ എക്സ്പെൻസസ് എന്നാണ് ആ ഫോർമുല. നമ്മുടെ ഒരു വർഷത്തെ ചിലവ് 10 ലക്ഷമാണ് എന്ന് വിചാരിക്കുക. അതായത് ആനുവൽ എക്സ്പെൻസസ് 10 lakh rupees ആണ്. ഇതിനെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2.5 crore. അപ്പോൾ റിട്ടയർമെൻറ്റ് സമയത്ത് നമ്മുടെ കയ്യിൽ വേണ്ട കോർപ്പസ് 2.5 crore rupees ആണ്. അങ്ങനെ ആകുമ്പോൾ റിട്ടയർമെന്റിന് ശേഷം ഓരോ വർഷവും ഇതിൽ നിന്ന് 4% വിത്ഡ്രോ ചെയ്താൽ പോലും അത് നമ്മുടെ നിലവിലെ ആനുവൽ എക്സ്പെൻസിന് ഈക്വൽ ആയിരിക്കും. 10 ലക്ഷം രൂപയായിരിക്കും ഈ എക്സാമ്പിൾ പ്രകാരം. ഈ ഫയർ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര കാലം കൊണ്ട് സാധിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു വെബ്സൈറ്റ് ഉണ്ട്. fireagecalc.com എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ വാല്യൂസ് കൊടുത്താൽ നിങ്ങളുടെ ഫയർ റിസൾട്ട് കിട്ടും. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത പാരാമീറ്റർ പാസീവ് ഇൻകം ആണ്. മിനിമൽ എഫേർട്ട് മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഇൻകമാണ് പാസീവ് ഇൻകം. ഇത്തരത്തിൽ വരുമാനം വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായി പണിയെടുക്കേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കയ്യിലുള്ള പണം നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പലിശ, ഇതൊക്കെ പാസീവ് ഇൻകം ആണ്. ദെൻ വാട്ട് ഈസ് ആക്റ്റീവ് ഇൻകം? നമ്മുടെ ജോലി, കരിയർ ഒക്കെയുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, ഇതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ജോബ് മാത്രമാണെന്നില്ല, നമ്മുടെ നിരന്തരമായ ഇൻവോൾവ്മെൻറ്റും എഫേർട്ടും ടൈമും ഒക്കെ ചിലവാക്കേണ്ടി വരുന്ന ഏതൊരു കാര്യത്തിൽ നിന്നും കിട്ടുന്ന ഇൻകമും ആക്റ്റീവ് ഇൻകമാണ്. നമ്മുടെ ടൈം മാറ്റി വെക്കേണ്ടി വരുന്ന ഏതൊരു കാര്യത്തിൽ നിന്നും കിട്ടുന്ന വരുമാനവും ആക്റ്റീവ് ഇൻകമാണ്. ഫോർ എക്സാമ്പിൾ, ശമ്പളം, പ്രൊഫഷണൽ ഇൻകം, ഫ്രീലാൻസ് ഇൻകം തുടങ്ങിയവയൊക്കെ ഇതിൽ പെടും. ഈ വക ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സമയവും നല്ല എഫേർട്ടും ഇട്ടുകൊണ്ടേയിരിക്കണം, അല്ലേ? എന്തായാലും ജീവിതത്തിൻ്റെ ആയ കാലത്ത് നമ്മൾ ആക്റ്റീവ് ഇൻകം ഉണ്ടാക്കാൻ നന്നായി പരിശ്രമിക്കുക തന്നെ വേണം. ആക്റ്റീവ് ഇൻകം വരുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിൽ നിന്നാണ്. പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ പ്രായത്തിൽ ചെയ്യണം. പുതിയ സ്കിൽസ് പഠിക്കുക, അതിൽ നിന്നും ഇൻകം ഉണ്ടാക്കുക. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആക്റ്റീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ ഭാവിയിൽ നമുക്ക് പാസീവ് ഇൻകവും ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ്. എളുപ്പം മനസ്സിലാക്കാനുള്ള എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ്, വ്ളോഗ്സ്, ബ്ലോഗ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്, ഇതൊക്കെ നോക്കും. ഒരു പുതിയ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യത്തിന് സമയം എഫോർട്ടും വേണം. അതിന് പകരമായിട്ട് ഉടനെ വരുന്ന പണത്തെ അല്ലെങ്കിൽ വരുമാനത്തെ നമുക്ക് ആക്റ്റീവ് ഇൻകം എന്ന് പറയാം. ചിലപ്പോൾ ഒരു സ്പോൺസേഡ് ആഡ് ആ വീഡിയോക്ക് അകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ, വ്ളോഗർ. അതിന് അപ്പോൾ തന്നെ പൈസയും കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ ആ വ്ളോഗറുടെ ആക്റ്റീവ് ഇൻകം ആണ്. പക്ഷേ ഇതേ വീഡിയോ കാലങ്ങൾ കഴിഞ്ഞിട്ടും ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ആഡിലൂടെ ഇയാൾക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഇയാളുടെ പാസീവ് ഇൻകം ആണ്. ഇനി ഫയറുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് കരിയർ പ്ലാനിംഗ് ആണ്. ജീവിതത്തിൻ്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ യൗവനകാലത്ത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നല്ല പ്ലാൻ വേണം. അപ്പോഴേ നമുക്ക് ഭാവിയിലേക്ക് വേണ്ടി നേരത്തെ കൂട്ടി റെഡി ആവാൻ കഴിയുകയുള്ളൂ. നമ്പർ 2, വലിയ കടങ്ങൾ എടുക്കാതിരിക്കുക. പണം കടമെടുത്താൽ പലിശ കൊടുക്കേണ്ടി വരും. അത് കൂടുതൽ സേവ് ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെ ഇല്ലാതാക്കും. ആവശ്യമുള്ള ചില ഘട്ടങ്ങളിൽ പണം ഡെറ്റായിട്ട് കടമെടുക്കുക തന്നെ വേണ്ടി വരും. അതിലൊന്നും സംശയമില്ല. പക്ഷേ അത് സൂക്ഷിച്ച് മാത്രമേ ചെയ്യാവൂ. ഒരുപാട് ബാധ്യതകൾ ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് മോശമേ വരുത്തുകയുള്ളൂ. നമ്പർ 3, റെഡ്യൂസ് സ്പെൻഡിങ്. ചെലവ് ചുരുക്കുക. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടെ ഒരു മാജിക് ഫോർമുല വീണ്ടും പറയുകയാണ്. ഇൻകം മൈനസ് സേവിങ്സ് ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. പല ആളുകളും ചെയ്യുന്നത് വരുമാനത്തിൽ നിന്നും ചെലവുകളെല്ലാം കഴിച്ച് മിച്ചമുള്ളത് സേവ് ചെയ്യുക എന്ന പരിപാടിയാണ്. ബട്ട് വരുമാനത്തിൽ നിന്നും സേവിങ്സിനുള്ളത് മാറ്റിവെച്ച് ബാക്കി വരുന്നത് വെച്ച് ചിലവ് നടത്തലാണ് നല്ലത്. നമ്പർ 4, ഗെറ്റ് ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ്. നമ്മൾ ഒരുപാട് സേവ് ചെയ്യുകയും അവസാനം ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ അതെല്ലാം തീരുകയും ചെയ്യുന്നത് കഷ്ടമല്ലേ? അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുക. ഫയർ അച്ചീവ് ചെയ്യാൻ ഇനി ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. പവർ ഓഫ് കോമ്പൗണ്ടിങ്. പണം കോമ്പൗണ്ട് ചെയ്യുമ്പോൾ അത് കുതിച്ച് വളരും. കൂട്ടുപലിശ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അവിടെയൊക്കെ കോമ്പൗണ്ടിങ് ആണ് ആക്ട് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ 100 രൂപ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. ഇതിന് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റ് വളരുക എന്നും അതേസമയം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് എന്ന് നമുക്ക് നോക്കാം. വർഷാവർഷം 5% ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ ആദ്യ വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക 5 രൂപയായിരിക്കും. അതായത് 100 രൂപയുടെ 5%. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 100 രൂപയുടെ കൂടെ 5 കൂടെ കൂട്ടിയിട്ട് 105 രൂപയായി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്തിട്ടുണ്ടാവും. അപ്പോഴേക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ആദ്യ വർഷം അവസാനമാകുമ്പോൾ ഇത്ര തന്നെ ആയിരിക്കും. രണ്ടാം വർഷം അവസാനമാകുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ആ 100 രൂപയുടെ 5% തന്നെയാണ് വീണ്ടും കൂടുക.
അപ്പോൾ വീണ്ടും 5 രൂപ കൂടി ടോട്ടൽ 110 രൂപയാകും. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ 1-ാം വർഷം അവസാനം ഉണ്ടായിരുന്ന ടോട്ടൽ എമൗണ്ട് 105 രൂപയുടെ 5% കൂടുക. അപ്പോൾ 2-ാം വർഷം അവസാനം നമുക്ക് ടോട്ടൽ 110.3 രൂപയായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ വർഷവും കൂടി വന്ന് 10-ാം വർഷം അവസാനമാകുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം നമ്മുടെ ടോട്ടൽ എമൗണ്ട് 150ഉം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം അത് 162.9 ആയിരിക്കും. വെറും 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 5% ഇൻട്രസ്റ്റ് റേറ്റ് ആകുമ്പോഴാണ് ഈ ഡിഫറൻസ് എന്ന് ഓർക്കണം. അതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. അടുത്ത സ്റ്റെപ്പ് പ്ലാനിങ് എ പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായ ഒരു കാര്യമാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കളക്ഷൻ നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും ഏതെങ്കിലും ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ അല്ലെങ്കിൽ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് ഡൈവേഴ്സ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താ, ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അതിൽ നഷ്ടം വന്നാൽ പണം മുഴുവൻ പോകും അല്ലേ. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലാകുമ്പോൾ നമ്മുടെ നഷ്ടം ഏതെങ്കിലും ഒന്നിൽ സംഭവിച്ചാലും മറ്റുള്ളവയിൽ ലാഭം ഉണ്ടാകുമ്പോൾ ആ നഷ്ടം കൂടെ ഇത് വെച്ച് നമുക്ക് നികത്താനാകുന്നതാണ്. അപ്പോൾ നമ്മുടെ മുഴുവൻ പണവും നമ്മൾ ഏതെങ്കിലും ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റിൽ മാത്രം നിക്ഷേപിക്കാതെ ഡൈവേഴ്സിഫൈ ചെയ്യുക. ഈ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ കുറച്ച് തമ്പ് റൂൾസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ തരത്തിലുള്ള ആൾക്കാർക്കും ഇത് പലതരത്തിലായിരിക്കും എന്നതുകൊണ്ട് നമുക്ക് 3 പാർട്സ് ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് മറ്റാരും തങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നില്ല എന്നുള്ള ചെറുപ്പക്കാരായ എംപ്ലോയീസിന്റെ കാര്യം എടുക്കാം. അവരുടെ പോർട്ട്ഫോളിയോ ഇങ്ങനെ ആയിരിക്കണം: 50% ഇക്വിറ്റി സ്കീം, 20% ഡയറക്റ്റ് ഇക്വിറ്റി, 10% ഇൻഡെക്സ് ETF, 10% ഇന്റർനാഷണൽ ഫണ്ട്സ്, 10% ലിക്വിഡ് ഫണ്ട്സ്. ഇനി സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുള്ള ഒരാൾക്ക് മാത്രം വരുമാനമുള്ള ഒരു ഫാമിലി ആണെങ്കിൽ 40% ഇക്വിറ്റി സ്കീമിലും 20% ഇൻഡെക്സ് ETF, 15% FDs ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, 15% ഡെറ്റ് സ്കീംസ്, 10% ലിക്വിഡ് ഫണ്ട്സ്, ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം. അടുത്തത് സെറ്റിൽഡ് ആവാത്ത മുതിർന്ന കുട്ടികളുള്ള സിംഗിൾ ഇൻകം ഫാമിലി ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. 30% ഇക്വിറ്റി സ്കീമിലും, 10% ഡയറക്റ്റ് ഇക്വിറ്റിയിലും, 20% ഇൻഡെക്സ് ETFിലും, 20% ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിലും, പിന്നെ ഒരു 10% ഡെറ്റ് സ്കീംസിലും, പിന്നെ ഒരു 10% ലിക്വിഡ് ഫണ്ട്സിലുമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യണം. നമ്മുടെ പ്രായവും ബാധ്യതകളും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവേണ്ടത് അല്ലേ. അതുകൊണ്ടാണ് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രായം കൂടുമ്പോൾ റിസ്ക് കൂടിയ ഇൻവെസ്റ്റ്മെന്റ്സ് കുറയ്ക്കുകയും റിസ്ക് കുറഞ്ഞവ കൂടുതലായിട്ട് എടുക്കുകയും ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ എത്ര സ്റ്റോക്സ് ഉണ്ടാവണം എന്നതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരാൾക്ക് നേരത്തെ തന്നെ റിട്ടയർമെന്റ് ലൈഫ് തുടങ്ങാം. ഈ റിട്ടയർമെന്റിനെ കുറിച്ചുള്ള ഓരോരുത്തരുടെയും കൺസെപ്റ്റ് ഓരോ പോലെയാണ്. ചില ആളുകൾക്ക് നേരത്തെ റിട്ടയർ ആവണം എന്നായിരിക്കും ആഗ്രഹം, പക്ഷേ ചില ആളുകൾക്ക് ഇഷ്ടം വർക്ക് ചെയ്യാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കൂട്ടർക്കുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഒരു കാര്യം നമ്മൾ റിമൈൻഡ് ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ ഈ ചാനലിലെ എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും നൽകുന്നില്ല. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോസ് നിങ്ങളിലേക്ക് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.